ഇത് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു കേക്കിന്റെ റെസിപ്പിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സാധാരണ നമ്മൾ കേക്ക് ബേക്ക് ചെയ്തിട്ടല്ലേ എടുക്കാറുള്ളത്. പക്ഷെ ഇന്നത്തെ കേക്ക് നമ്മൾ ബേക്ക് ചെയ്യാണ്ട് ആവിയിൽ വേവിച്ചിട്ടാണ് റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത്. ഇതേപോലെ കേക്ക് ആവിയിൽ വേവിച്ചിട്ട് എടുക്കുമ്പോൾ പലരും പറയുന്ന ഒരു പരാതിന് കേക്ക് റെഡിയാക്കി കഴിയുമ്പോൾ കേക്ക് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടാവും, പിന്നെ ചൂടാറി കഴിയുമ്പോൾ കേക്ക് താഴത്തേക്ക് ഇരുന്ന് പോകുന്നത്. പക്ഷെ നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം. കേക്ക് ചൂടാറി കഴിഞ്ഞാലും ആ കേക്ക് അതേപോലെ തന്നെ പൊന്തിരിക്കുകയും ചെയ്യും. ഉള്ളിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടിരിക്കും. പിന്നെ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേക്ക് ടിന്നിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ വീട്ടില് ചെറിയ ചെറിയ സ്റ്റീലിന്റെ പ്ലേറ്റുകൾ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കണ പോലെ അതേപോലെ നമുക്ക് കേക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. വെറും 20 മിനിറ്റിനുള്ള കേക്ക് നമുക്ക് റെഡിയാക്കിയിട്ട് ആവിയിൽ വേവിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കുറേ സമയമൊന്നും എടുക്കുന്നില്ല. പിന്നെ നമ്മൾ മിയ കിച്ചണിൽ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായത് ചിക്കൻ ഷവർമ സാൻഡ്വിച്ചിന്റെ റെസിപ്പിയായിരുന്നു. ആ വീഡിയോ നിങ്ങൾ കാണാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ കൂടിയിട്ട് കണ്ടു നോക്കാം, ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. അപ്പോൾ നമുക്കൊരു സമയം കളയാണ്ട് തന്നെ നമ്മുടെ ആവിയിൽ വേവിച്ചിട്ട് എടുക്കണ കേക്ക് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് കേക്കിലേക്കുള്ള മിക്സിങ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതാ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട നമുക്കൊരു ബൗളിലേക്ക് ഇടാം. ഞാൻ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര, പൊടിച്ചെടുത്തേക്കണ പഞ്ചസാരയാണ്. പൊടിച്ചെടുത്തിട്ടുള്ള അളവാട്ട പറയുന്നത് 5 ടേബിൾ സ്പൂൺ. ഈ പഞ്ചസാരയും മുട്ടയും കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. ഇപ്പോൾ ഇലക്ട്രിക് ബീറ്റർ ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ വിസ്ക് ഉണ്ടല്ലോ അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് പതിപ്പിച്ചിട്ട് എടുക്കുക. അങ്ങനെ എടുക്കുമ്പോഴായിരിക്കും നമ്മുടെ കേക്കിൻ്റെ ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ അതാ ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതില്ലാന്ന് വെച്ചിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. സാധാരണ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പതിപ്പിച്ചിട്ട് എടുക്കണം. അപ്പോൾ ഇത് ഫസ്റ്റ് നമുക്ക് പതിപ്പിച്ചിട്ട് എടുക്കാം. അപ്പോൾ ബീറ്റർ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെറിയ സ്പീഡിൽ നിന്ന് തുടങ്ങുക, അത് കഴിഞ്ഞിട്ട് സ്പീഡ് കൂട്ടി കൊണ്ടുപോകാം. അതൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനിവിടെ ബീറ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു 3 മിനിറ്റിൻ്റെ അടുത്ത് എടുത്തോളൂ കേട്ടോ. ഒരുപാട് നേരമൊന്നും എടുക്കില്ല. ഇനി ഇതിലേക്ക് നമുക്ക് 5 ടേബിൾ സ്പൂൺ പാല് ചേർക്കാം. അത് തിളപ്പിച്ച പാലായിരുന്നാലും കുഴപ്പമില്ല, തിളപ്പിക്കാത്ത പാലായിരുന്നാലും കുഴപ്പമില്ല. 1 2 ഞാൻ അടുത്തത് ഇതിലേക്ക് ചേർക്കുന്നത് നെയ്യാണ് ചേർക്കുന്നത്. നെയ്യ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെയ്യ് ചേർക്കുക, അല്ലെങ്കിൽ ബട്ടർ ചേർക്കുക. ഇനിയിപ്പോൾ ഇത് രണ്ടും ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഓയിൽ ഉണ്ടല്ലോ, സൺഫ്ലവർ ഓയിൽ, അത് ചേർക്കുക. അത് ചേർത്താലും കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വരും. പക്ഷേ നെയ്യൊക്കെ ചേർക്കുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ നെയ്യ് നോക്കിക്കേ, ഞാനിവിടെ 1 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഇതേപോലെ ഇങ്ങനെ ടേബിൾ സ്പൂണിൽ ഇങ്ങനെ നിറച്ചെടുക്കണം കേട്ടോ. ഇതാ ആ നെയ്യും കൂടിയിട്ട് ചേർക്കുക. ബട്ടറിനേക്കാൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും നെയ്ക്കായിരിക്കും. ഇനി ഇത് രണ്ടും കൂടിയിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. ഒരുപാട് നേരം ബീറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക. എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് പതിഞ്ഞ് വരണം, അത്രയ്ക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഒന്നുകൂടി ബീറ്റ് ചെയ്തിട്ട് ഒരുപാട് നേരം ഇട്ടിട്ട് ബീറ്റ് ചെയ്യരുത്. അപ്പോൾ ഈ നെയ്യ് ചേർത്തുണ്ടല്ലോ, നെയ്യ് അല്ലെങ്കിൽ ഓയിൽ, സൺഫ്ലവർ ഓയിൽ ചേർത്താലും മതി. അപ്പോൾ കുറേ നേരമായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിരിഞ്ഞ പോലെ വരും. ഇനി ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് പൗഡറും ചേർക്കണം, മൈദപ്പൊടിയും ചേർക്കണം. ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂണും മൈദപ്പൊടി 11 ടേബിൾ സ്പൂണാണ് ചേർക്കണം കേട്ടോ. അപ്പോൾ ഒരു അരിപ്പയിൽ വെച്ചിട്ട് അരിച്ചിട്ട് എടുക്കാം നമുക്ക്. ടേബിൾ സ്പൂണിൽ ഇപ്പോൾ അളവ് എടുക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ വടിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 11 ടേബിൾ സ്പൂൺ മൈദപ്പൊടി. ഈ എടുക്കുമ്പോൾ അളവ് തെറ്റരുത് കേട്ടോ. വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് പാത്രത്തിൽ ഫസ്റ്റ് അളന്നെടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ടാൽ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എണ്ണുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൺസിസ്റ്റൻസി ശരിയായിട്ട് വരില്ല കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡയല്ല ബേക്കിംഗ് പൗഡർ തന്നെ ചേർക്കണം. ബേക്കിംഗ് സോഡ ചേർക്കണ്ട. ഇതേപോലെ ഇങ്ങനെ വടിച്ചിട്ട് വേണം അളവ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ചേർക്കുക അതിലേക്ക്. അതിലേക്ക് 2 നുള്ളു ഉപ്പും കൂടിയിട്ട് ചേർക്കണം. 1 നുള്ളു ഉപ്പ്, 1 നുള്ളു കൂടിയിട്ട്. പിന്നെ അരിച്ചിട്ട് എടുക്കുമ്പോൾ ഒട്ടും പുറത്തേക്കൊന്നും പോരുത് കേട്ടോ. ഈ അരിപ്പേണ്ട നടുക്കായിട്ട് ഇട്ടിട്ട് അരിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അല്ലെങ്കിൽ ചിറ്റോറും കിടന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അരിക്കുമ്പോൾ പകുതിയൊക്കെ താഴെ പോകും. അപ്പോൾ ബേക്കിംഗ് പൗഡർ കറക്റ്റായിട്ട് ഇതിലേക്ക് കിട്ടണം. ബേക്കിംഗ് പൗഡറാണ് നമ്മുടെ കേക്കിനെ സോഫ്റ്റ് ആക്കണേ കേട്ടോ.
അപ്പോൾ ചിലർ പറയാറുണ്ട് കേക്ക് സോഫ്റ്റ് ആണില്ല. ആ ബേക്കിംഗ് പൗഡർ ചേർത്താൽ മാത്രമേ കേക്ക് സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഈ മൈദപ്പൊടി ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആവണം. ഇതിലേക്ക് നിങ്ങൾക്ക് വാനില എസൻസ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാനില എസൻസും ചേർക്കാം. വാനില എസൻസ് ചേർക്കുമ്പോൾ 1 ടീസ്പൂൺ ചേർക്കാം. ഇപ്പോൾ നോക്കിക്കേ, നമ്മൾ ഇതെല്ലാം കൂടിയിട്ടാണ്ട് മിക്സ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനകത്ത് മൈദപ്പൊടി കട്ട പിടിച്ച പോലെ കിടക്കുന്നുണ്ട്. പക്ഷേ ഒന്നും കൂടി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ അങ്ങോട്ട് ചേർന്ന് നോക്കുള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് നമുക്ക് റെഡി ആയി കിട്ടും. അപ്പോൾ ഞാൻ ബീറ്റർ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. അല്ലെങ്കിൽ അതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. കേക്കിൻ്റെ മിക്സിങ് റെഡി ആയിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യട്ടെ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന അളവ് അത്രയ്ക്കാണ്ട് കറക്റ്റ് അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ഭയങ്കര തിക്കായിട്ടിരിക്കും. അങ്ങനെ ഭയങ്കര തിക്കായിട്ടിരിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാല് ചേർക്കുക. ഈ ഭയങ്കര ലൂസായിട്ടിരിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് കുറച്ച് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇത് ആവിയിൽ വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റാണ് എടുത്തേക്കുന്നത്. ഇതേപോലെ എന്ത് വേണമെങ്കിലും എടുക്കാട്ടെ നിങ്ങൾക്ക്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലും തൂത്ത് കൊടുക്കുക. ഓയിലോ നെയ്യോ ഒന്ന് തൂത്ത് കൊടുക്കുക ഇതിൻ്റെ അടിയിലും സൈഡിലേക്ക്. നമ്മൾ ഇഡ്ഡലിക്ക് ഉണ്ടാക്കുമ്പോൾ തൂത്ത് കൊടുക്കില്ല, അതേപോലെ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യുക. അപ്പോൾ ഈ പാത്രത്തിലേക്ക് നമുക്ക് ഫില്ലിങ് ഒഴിക്കുക. അപ്പോൾ അത് ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു 3/4 ഭാഗത്തിൽ ഒട്ടും കൂടുതൽ ചേർക്കരുത് കേട്ടോ. കാരണം ഇത് നന്നായിട്ട് പൊന്തി വരും. അപ്പോൾ ഒരു 3/4 ഭാഗം വെച്ചിട്ട് എല്ലാത്തിലും ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം ഒന്ന് ടാപ്പ് ചെയ്യുക. അപ്പോൾ അതൊരു കറക്റ്റ് ലെവലായിട്ട് വരും. ഇത് നമുക്ക് ആവിയിൽ റെഡിയാക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ കുറച്ച് കൂടുതലുണ്ട്. ഞാൻ ഇതിന് കുറച്ചെടുത്ത് മാറ്റേണ്ട, അല്ലെങ്കിൽ ഇത് പുറത്തേക്കാണ്ട് പൊന്തി പോകും. അപ്പോൾ ഒരു ഇച്ചിരി അങ്ങനെ കൂടുതലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളതെടുത്ത് മാറ്റണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ സ്പൂണിൽ വെച്ചിട്ട് ആവിയിൽ വേവിച്ചിട്ട് എടുക്കുക. ലാസ്റ്റ് കുറച്ച് ബാക്കി വന്നത്. അപ്പോൾ ഒരു സ്പൂണിൻ്റെ ഷേപ്പിൽ കിട്ടും. അങ്ങനെ ഉണ്ടാക്കാം. ഓക്കെ. അപ്പം ഇത് നമ്മൾ ആവിയിൽ വെക്കാൻ വേണ്ടിയിട്ട് പോകണം. സാധാരണ നമ്മൾ ഇഡ്ഡലിക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് ആവിയിൽ വെക്കില്ല, അതേപോലെ. അപ്പോൾ ഇത് ആവിയിൽ വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്റ്റീമറാണ് എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ ഇഡ്ഡലി പാത്രം ഉണ്ടല്ലോ, ഇഡ്ഡലി പാത്രത്തിൽ വെക്കാം. അപ്പം ഇനി ഇത് നമുക്ക് വെക്കാം. വെള്ളം തിളച്ച് വരണുള്ളൂ, പക്ഷേ കുഴപ്പമില്ല. ഇനി നന്നായിട്ട് ആവി വരട്ടെ. പെട്ടെന്ന് റെഡിയാവും. നമുക്ക് ഒരു 20 മിനിറ്റിനുള്ളിൽ നമുക്ക് റെഡിയാക്കി കിട്ടും. ഇഡ്ഡലിക്ക് വേവാൻ എടുക്കുന്ന സമയം എടുക്കുള്ളൂ. ചൂടാറി കഴിഞ്ഞാലും ഇത് താണു പോയില്ല കേട്ടോ. ഇതേപോലെ തന്നെ പൊന്തിയിരിക്കും. ഇനി നിങ്ങൾക്ക് അത് വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ കേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കില്ലേ, ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു ഈർക്കിളിയോ എന്തെങ്കിലും വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിലൊന്ന് കുത്തി നോക്കാം. അപ്പോൾ അത് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെന്തിട്ടുണ്ട്. എങ്ങാനും നമ്മൾ വേവാണ്ടാണ് ഓഫ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചൂടാറി കഴിയുമ്പോൾ താഴത്തേക്ക് ഇരുന്ന് പോകും. അല്ലെങ്കിൽ ഇത് ചൂടാറി കഴിഞ്ഞാലും ഇതേപോലെ തന്നെ ഇരിക്കും. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇതിനെടുത്ത് മാറ്റാം. നന്നായിട്ട് ചൂടാറി കഴിഞ്ഞിട്ട് വേണം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കിയേ, ഇത് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇത് ഒട്ടും നോക്കിയേ താണു പോയിട്ടില്ലല്ലോ. ഇത് ഞാൻ ഉണ്ടാക്കിയപ്പോൾ അതേ ഇതിനകത്തൊരു മഞ്ഞ കളർ പോലെ നിങ്ങൾ കാണുന്നില്ലേ. അപ്പോൾ ഞാൻ വാനില എസൻസിന് പകരം മറ്റേ നാരങ്ങയുടെ തൊണ്ട് ഗ്രേറ്റ് ചെയ്ത് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആ ടേസ്റ്റ് ഇഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാനില എസൻസിന് പകരം നാരങ്ങയുടെ തൊണ്ട് ഇടുമ്പോൾ ആ പുറത്ത് ആ മഞ്ഞ മാത്രം വരാൻ പാടുള്ളൂ കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്കാണ്ട് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു വെള്ള കളർ ഉണ്ടല്ലോ, അത് വരാൻ പാടില്ല. അത് വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈപ്രസ് ഉണ്ടാവും. അപ്പോൾ അത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. പക്ഷേ ഇത് കണ്ട, ഇത് നല്ല സോഫ്റ്റായിട്ട് തന്നെ പൊന്തിയിരിക്കുന്നുണ്ട്. അപ്പോൾ വെന്തുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാ ഇതേപോലെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിലൊന്ന് കുത്തി നോക്കുക. കുത്തി നോക്കുമ്പോൾ നോക്കി ഇത് നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ആവിയിൽ വേവിച്ചെടുത്തേക്കണ നമ്മുടെ പഞ്ഞി പോലെ ഇരിക്കണ കേക്ക് റെഡി ആയിട്ടുണ്ട്. ചേർക്കണം, ഓയിലാണ് ചേർക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും പിന്നെ ബട്ടർ ആണെങ്കിലും ഒന്നും കൂടുതൽ ചേർക്കരുത് കേട്ടോ. കാരണം എല്ലാവരും കറക്റ്റ് അളവല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ചൂടാറി കഴിയുമ്പോൾ താഴത്തേക്ക് ഇരുന്ന് പോകും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നോക്കിക്കേ, ഉള്ളിലായിരുന്നാലും നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റായിട്ടിരിക്കണ കേൾക്കണത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും വെന്തില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിക്കേ
ഒരു കേക്കിൻ്റെ ഒരു ടെക്സ്ചർ വന്നേക്കണം കേട്ടോ. ശരിക്കും വെന്തില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ തുറക്കുമ്പോൾ എന്താ പറയുക, ഒരു അട പോലെ ഇങ്ങനെ അപ്പം പോലെ ഇരിക്കും. അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ എടുക്കുമ്പോൾ എന്തായാലും നന്നായിട്ട് ചൂടാറിയിട്ട് ഇടുക.